നിങ്ങൾ വിഷം കുടിച്ചോ? ഞാൻ കഴിച്ചായിരുന്നു. എന്തിനായിരുന്നു? അത് കണക്കുള്ള സാഹചര്യങ്ങളിൽ കഴിച്ചത്. കുറച്ച് കൂടുതൽ ഡോസ് കഴിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഉപദ്രവം ഒഴിവാകുമായിരുന്നല്ലോ. ആദ്യം നിങ്ങൾ കണക്കാക്കി വരട്ടാൻ വേണ്ടി കുറച്ച് കഴിച്ചിട്ട് കുറച്ച് ദിവസം ആശുപത്രി കിടന്നിട്ട് വരട്ടാൻ അങ്ങനെ ചെയ്ത് എന്തിനാ? കുറച്ച് കൂടുതൽ കഴിച്ചാൽ താൻ കാണിക്കുന്ന പോക്കൃത്തരകളുകൊണ്ട് ഒരു പെണ്ണിന്റെ പ്രായമായ 2 പെണ്ണുങ്ങളും താൻ എന്തോ വിചാരിച്ചിരിക്കുന്നു. അടി എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലോണം കിട്ടും. കിട്ടുമ്പോ പഠിക്കും. ഈ കിണറ്റിനകത്തുള്ള കൂവി വിളിക്കലും എല്ലാം നീ അവസാനിപ്പിക്കും. അങ്ങനെ ഒരു കൊള്ളാവുന്ന ഒരുത്തൻ അവരുടെ കുടുംബത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് നീ കാണിക്കുന്നത്. ഇത് പരാതിയിൽ 10-15 പേജിൽ എഴുതിയിരിക്കുന്ന അനാവശ്യങ്ങൾ നീ കാണിക്കുന്നതും പറയുന്നതും. പ്രായമായ പെൺപിള്ളാരെ മുമ്പിൽ വെച്ച് ഫോൺ ഓൺ ചെയ്ത് വല്ല അലവലാതി പെണ്ണുങ്ങളെ നീ വിളിക്കുന്ന കൊണ്ട് അവരെ കേൾപ്പിക്കുക. ഈ പ്രായമായ പെൺപിള്ളേരെ അവരെന്തിനാണ് നീ കേൾപ്പിക്കുന്നത്? നീ വൃത്തികെട്ട പെണ്ണുങ്ങളെ ഫോണിൽ കൂടെ വിളിച്ച് നീ സംസാരിപ്പിക്കുന്നത് ആ പെൺപിള്ളേരെ കേൾപ്പിക്കണമെങ്കിൽ നീ ശരിയല്ലാത്തവനാണെന്നുള്ള ഭയം കൊണ്ട് ആ പിള്ളേർ അനിയന്റെ വീട്ടിൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അനിൽകുമാറിന് ഈ ഭാര്യയെ വേണമെന്നാണോ പറയണത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാര്യയും കുട്ടികളെ നല്ല രീതിയിൽ സംരക്ഷിക്കണം. സംരക്ഷിക്കുന്ന ഭാര്യനല്ലേ? ഇല്ല മേഡം, ഇയാൾക്കൊരു ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം. ഇയാൾ നല്ല രീതിയിൽ ഒരു ഡോക്ടറെ കണ്ട് കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യണം. മനസ്സിലായോ? കാരണം നിങ്ങൾ അറിയുന്നില്ല, ആ സ്ത്രീയും ആ 2 കുഞ്ഞുങ്ങളും അവരുടെ വേദന നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പരസ്ത്രീ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഭൂഷണമായിട്ടാണ് നിങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങളെ യാചിച്ച ആ സ്ത്രീ ഭാര്യ വേറൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കാലി വീണ് അപേക്ഷിച്ച് ഓരോ തവണയും കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു കിട്ടാക്കനി വിലപിടിപ്പുള്ള ഒരാളാണ് നിങ്ങളെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായി. നിങ്ങളുടെ ഇതേ സ്ഥാനത്ത് അവര് മറ്റൊരു പുരുഷനുമായിട്ട് അങ്ങ് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ആ വികാരം നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അതാ പ്രശ്നം. നിങ്ങൾ എവിടെ പോയാലും ഏത് സ്ത്രീയുടെ വീട്ടിൽ പോലെ അവർ വരും, കരഞ്ഞ് യോജന എങ്ങനെയെങ്കിലും വരണേന്നും പറഞ്ഞ് നിങ്ങളെ വിളിച്ചുകൊണ്ട് വരുന്നു. ഭാര്യയും 2 മക്കളും അവരെ യാതൊരു ദയവും ഇല്ലാതെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറച്ചിയൊക്കെ കൂട്ടി നിങ്ങൾ ആഹാരം കഴിക്കുന്നു. ഇന്ന് സാധാരണ ഒരല്പം കനിവുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഒരു പരിചയമില്ലാത്ത ഒരാളും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, തൊട്ടപ്പുറത്തെ ഒരാൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കഴിക്കാനായിട്ട് ആഹാരം എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾ കഴിച്ചോ, അത് കഴിക്കുന്നു എന്ന് ചോദിക്കുന്നൊരു മര്യാദയുണ്ട് അല്ലേ? അത്രയും പോലും നിങ്ങൾക്കില്ല. ചിലവിന് എന്നോട് ഇങ്ങനെ യാചിക്കണം, ചിലവിന് തരുവോ, ഞങ്ങൾക്ക് ആഹാരമില്ല, എന്തെങ്കിലും പൈസ തരുമോ എന്ന് യാചിച്ചാൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കുകയില്ല. അപ്പോൾ വല്ലവനും ചിലവിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ് ഭാര്യയെ. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേറെ ആരുടെ നിന്ന് വാങ്ങിക്കാൻ പാടില്ല. ഞാൻ തരും നിങ്ങൾക്ക്. നിങ്ങൾ ചിലവിന് കൊടുത്ത് നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ചിലവിനും കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് എന്നെ ഇത്തരം കാര്യങ്ങൾ എന്നെ സഹിച്ചുകൂടാ എന്നെങ്കിലും ചോദിക്കാം. അതുപോലും ഇല്ല. 10 പൈസ ചിലവിന് കൊടുക്കുന്നില്ല. ആ സ്ത്രീയുടെ പേരിലുള്ള വസ്തു, അവരുടെ കുടുംബക്കാർ വെച്ച് കൊടുത്ത വീട്, അതിനകത്ത് കയറി താമസിച്ചുകൊണ്ട് ഇത്രയും വൃത്തികേടുകൾ കാണിക്കുക. ഒരുത്തൻ സ്വന്തമായിട്ട് ആഹാരം വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ച് സ്വന്തം റൂമിൽ ഇരുന്ന് ടിവിയും കണ്ട് ഇത്രയും ഉപദ്രവങ്ങൾ എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഒഴിഞ്ഞും ഞാൻ കൊടുക്കത്തില്ല. നിങ്ങൾ പോവുകയാണെങ്കിൽ എന്നെ എൻ്റെ കൊച്ചുങ്ങളെ കൊന്നിട്ടേ പോകണമെന്നാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം തരാതെ നിങ്ങൾ പറഞ്ഞ അനുസരിക്കാതെയും ജീവിക്കുന്ന ഒരു ഭാര്യനെ നിങ്ങൾ വേണമെന്ന് പറയാൻ എന്താ കാരണം? എനിക്ക് അത് മതി, എനിക്ക് വേറെ സംബന്ധം വേണ്ട. അത് സംബന്ധം മാത്രമല്ലല്ലോ കല്യാണം, ജീവിതം. സംബന്ധം എന്ന് പറഞ്ഞാൽ പോകുന്നിടത്ത് മുഴുവൻ ഓരോ സ്ത്രീകളുമായിട്ട് പോയി താമസിക്കുന്ന ഒരുത്തൻ, രാത്രി പോയിട്ട് വെളുപ്പിന് 5:30 മണിക്ക് കയറി വരുന്ന ഒരുത്തൻ. അത് ഇവള് കണ്ടില്ലല്ലോ. അവൾക്ക് വന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടുപിടിച്ചല്ലോ തന്നെ വിളിച്ചോണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്ത് വിളിച്ചോണ്ടല്ലോ. പിന്നെ താൻ രാത്രി പോകുമ്പോ തന്റെ പുറകെ രാത്രി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഞാൻ സംബന്ധ വീട്ടിലാണ് പോകണമെന്ന്. ഇവിടെ വീട്ടിൽ കിടക്കണം. ഇവിടെ എവിടെ പോകുന്നു താൻ? എവിടെ പോകുന്നു? ഞാൻ എങ്ങും പോണില്ല. ഞാൻ അത് ഇറങ്ങി പോകും, എവിടെയെങ്കിലും പോയി ഇരിക്കും, പിന്നെ തിരിച്ചതാണ് കയറി വരും. ചിലപ്പോ ഏതെങ്കിലും കടത്തിനെ പോയി കിടക്കും. അല്ല ഒരാളെ വീട്ടിൽ ഞാൻ പോണില്ല. ഭാര്യയും മക്കളുള്ളപ്പോ എന്തിനാ കടത്തിനെ പോയി കിടക്കുന്നത്? അതും ഒരു വരട്ടി തന്നെ. വരട്ടെ ഷീന, എന്താ ഈ രോഗം? അതും ഒരു വരട്ടെ, അല്ലാതെ ഞാൻ ആരെയും വീട്ടിൽ ഞാൻ പോണില്ല. ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റോള് വീടിനകത്തില്ല. അത് കാരണം പുള്ളിയുടെ സൈഡിൽ നിന്ന് തന്നെ വന്ന പ്രശ്നം കൊണ്ട് പുള്ളിക്കൊരു റോൾ ആ വീടിനകത്തില്ല. അതായത് ഇവര് ആ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം ഭാര്യ അവരെ കാര്യം അവര് ജോലി ചെയ്തിട്ടാണ് വരുമാനം എന്ന് പറയുന്നത് അവരാണ്. കുട്ടികളാണെങ്കിൽ പോലും അവരെ വേണ്ട രീതിയിൽ അച്ഛനെന്നുള്ള ഒരു ഇത് അവരും കൊടുക്കുന്നില്ല. അപ്പൊ ഞാനൊരാളാണ് എന്ന് സ്ഥാപിക്കാനും അതിനു വേണ്ടിട്ട് എല്ലാരെയും ഒന്ന് വരട്ടെ, അത് തന്നെയാണ് അത് പുള്ളിക്ക് ഞാനൊരാളാ എന്താ വീടിനകത്ത് എനിക്ക് എന്നെ ഭയക്കാൻ ആളുണ്ട് എന്ന് കാണിക്കാൻ. ഒരു കോംപ്ലക്സ്
ആ അത് ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഒരു ഭർത്താവിനും അത് കോംപ്ലക്സ് ആണ് അയാൾക്ക്. അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനൊരു ക്യാമറ അറിയിക്കണം. അതിനുള്ള ഒരു ചെറിയ പ്രകടനമാണ്. മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ പോയി ആ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ച് അതൊക്കെ വലിയ മാനസികവേദനയായി. അതിനുശേഷം നിങ്ങൾ തങ്ങളിൽ യാതൊരു ഒരു തരത്തിലുള്ള അടുപ്പോ ബന്ധമോ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ? ഒരു കല്ലോ മരമോ ഒന്നുമല്ല, ഒരു മനുഷ്യ സ്ത്രീയാണ് അവർ. എല്ലാ വിചാരവികാരങ്ങളും ഉള്ള സ്ത്രീയാണ്. ഒരു ഭർത്താവ് എന്ന് പറയുന്നത് വെറും ശവം പോലെ ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമുണ്ടോ അല്ലേ? എന്തിന് ഇയാൾ ജീവിക്കുന്ന അങ്ങനെ? കൂടുതൽ ഞാൻ തുറന്ന് പറയുന്നില്ല. ഒരു സ്ത്രീയാണവർ, ഒരു സ്ത്രീയാണവർ. നിങ്ങളെ റസീം വാങ്ങിച്ചിരുന്ന് വല്ല പെണ്ണുങ്ങളുടെ അടുത്തും പോയി 10 പൈസ ചെലവിനും കൊടുക്കാതെ ആ സ്ത്രീയുടെ വീട്ടിൽ അവർ വെച്ചു കൊടുത്ത വരയിടത്തിൽ അവിടെ പോയി താമസിക്കുക. നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കിണറ്റിനകത്തിരുന്ന് കോവിയോണ്ട് കാര്യമില്ല. നിങ്ങൾ 10 പൈസ പോലും ഉണ്ടാക്കാത്ത മനുഷ്യനാണെങ്കിൽ നിങ്ങൾ സ്നേഹപൂർവ്വം ആ സ്ത്രീയോടൊന്ന് പെരുമാറും. എങ്ങനെ പെരമൂട്ടി? നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ നിങ്ങൾ കാണിക്കുന്ന പ്രാന്തിനാ തുണികളല്ലാണ്ട് വെളിയിൽ കളയുക. ഇതൊക്കെയാണ് ഒരു ഭാര്യ ചെയ്യണത്. ഇയാളത് ഈ പടക്കം കൊണ്ടുവന്ന് വെച്ചിട്ട് കൊല്ലാനാണെന്ന് അബദ്ധം പറ്റിപ്പോയി. അത് ഒരു സാഹചര്യത്തിൽ എനിക്ക് അതൊരു പറ്റിപ്പോയി. ഓരോ അബദ്ധം നിങ്ങൾക്ക് പറ്റിപ്പോയതാ. വിഷം കഴിച്ചു, അബദ്ധം പറ്റിപ്പോയി. കിണറ്റിനകത്തിരുന്ന് കൂവി, അബദ്ധം പറ്റിപ്പോയി. വേറെ ഒരുത്തിയുടെ കൂടെ പോയി താമസിച്ചു, അബദ്ധം പറ്റിപ്പോയി. വേറെ ഒരുത്തിയുടെ കൂടെ പോയി, അബദ്ധം പറ്റിപ്പോയി. തനിക്ക് അബദ്ധം പറ്റിക്കൊണ്ടേയിരിക്കും. അവരിതിങ്ങനെ സഹിച്ചോണ്ട് കഴിഞ്ഞോണ്ടേ. അതാ പറഞ്ഞോണ്ട് വരുന്നേ. മനസ്സിലായില്ലേ? ഇങ്ങനെ അബദ്ധങ്ങൾ എനിക്കിങ്ങനെ പറ്റും. ഞാൻ ചെലവിന് കൊടുക്കത്തില്ല. അബദ്ധം പറ്റിപ്പോയി. ഇറച്ചി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഞാൻ മൃഷ്ടാനം തിന്നും. അബദ്ധം പറ്റിപ്പോയി. അതിന് മുമ്പ് കുറച്ച് നാൾ നല്ല ഇതിൽ നമ്മൾ കഴിഞ്ഞായിരുന്നല്ലോ. അവര് പറയുന്നുണ്ടല്ലോ നല്ല രീതി കഴിഞ്ഞിരുന്നതാണ്. എവിടെ വെച്ച് പിഴച്ചു? തന്റെ അമിത മദ്യപാനം മദ്യപിച്ചു കഴിഞ്ഞാൽ തനിക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ന് മുതലാ പ്രശ്നം തുടങ്ങിയത്? ആ വിഷുവിന് മുതലാ തുടങ്ങിയത് ഈ പടക്കം. അവിടെ മുതലാ പണക്കായത്. അപ്പൊ അത് കാരണം നിങ്ങളല്ലേ ഉണ്ടാക്കിയത് പടക്കം അവിടെ കൊണ്ടുവച്ചത്? അതാ കാരണം. അതിനുശേഷം പിന്നെ നമ്മൾ അത് വരട്ടാനല്ലേ കൊണ്ടുവച്ചത്? എന്തിനാ ഒരു ഭാര്യനെ വരട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയൂ എന്താണ് അവർക്കുള്ള കുഴപ്പമെന്ന് നിങ്ങൾ തുറന്നു പറയേ. എന്തിനു നിങ്ങൾ ഭാര്യനെ വരട്ടണം മക്കളെ? ഇതിപ്പോ ആ അനിയനും അനിയത്തി ആകപ്പാടെ സഹായിക്കുന്ന ആ കുടുംബം, അവര് ഇവിടുത്തെ ഒച്ചയും ബഹളവും അടിയും പിടിയും ഇത് കേൾക്കുമ്പോൾ അവർ സഹായിക്കാൻ വരുന്നു. ആരോരുമില്ലാതെ ഇവരിങ്ങനെ നിന്ന് യാചിക്കണമെന്നാണ് ഇയാളുടെ മനസ്സിലെ പ്രതീക്ഷ. ഇപ്പോൾ സഹായത്തിന് അവിടെ ഒരാളുണ്ട്. ഈ പിള്ളേർ ഓടി അവിടെ പോയി രക്ഷയ്ക്ക് അവിടെ പോയായിരിക്കുന്നത്, വഴക്ക് കേൾക്കട്ടാന്നും പറഞ്ഞു. അങ്ങനെ ഇല്ലാതിരുന്നെങ്കിൽ ഇവിടെ തന്നെ പറയുന്നില്ല. സഹകരിച്ചോ? പക്ഷെ ഞാൻ വരുമ്പോഴേക്കും എന്റെ വീട്ടിൽ കാണണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ വന്നാൽ ഇരിക്കുമല്ലോ. നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ ചെലവിന് കൊടുക്കൂല, എനിക്ക് 1000 രൂപ കിട്ടും, പക്ഷെ ഞാൻ കൊടുക്കത്തില്ല. കൊടുക്കാത്തത് ഇതിന് മുമ്പ് ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. ഈ വിഷു അന്ന് മുതലാണ് നമ്മൾ ഈ അവിടെ മുതൽ എഴുന്നേറ്റ് അതിന് മുമ്പേ തരൊക്കെ ഇല്ല. അവളെ കല്യാണം കഴിച്ച് അന്ന് പോലെ കൊടുക്കില്ല. അല്ലാതെ ഇപ്പൊ ഒരു 6-7 മാസം നിന്റെ വിജയം മാത്രമേ അപ്പൊ എന്ന് മുതൽ തരാതായിട്ടുണ്ട്? ഇപ്പൊ 6-7 മാസം കൊണ്ടാണ് തരാത്തത്. അത്രേ ഉള്ളൂ? 6-7 മാസം. അതിന് മുമ്പേ 100-300 തരണ ദിവസം 2-3 ദിവസത്തേക്ക് തരവില്ല. അത് ഇല്ലാതിരുന്നിട്ട് 100 രൂപ അത് ചോദിക്കാൻ പറയും. എനിക്ക് കടങ്ങളുണ്ട്, ചെലവുണ്ട്, ഇതൊക്കെയാണ് പറയണത്. പിന്നെ ഞാൻ ചോദിക്കാൻ പോലെ ഉള്ള തരണത് ഞാൻ എടുക്കുമായിരുന്നു. അപ്പൊ അതെടുത്ത് ഞാൻ വായിച്ചോളൂ. ഇപ്പൊ എന്റെ പൈസ നിനക്ക് ഉദവിയ. അല്ല ബിന്ദു, അയാള് പറയണ എന്താന്ന് വെച്ചാൽ കാശ് തരുന്നത് മാത്രല്ലല്ലോ കാര്യം. അയാള് വരുമ്പോ നിങ്ങൾ ഒരിക്കലും വീട്ടിലുണ്ടാവുന്നില്ല എന്നാ പറയുന്നത്. ആ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന കേൾക്കാൻ കൊള്ളത്തില്ല. ആ കണക്കിനുള്ള ചീത്തയാണ് വിളിക്കുന്നത്. ഭയപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോ അവര് മാറി. അങ്ങനെ പലപ്പോഴും നിങ്ങൾ എപ്പോഴും വരെ കുടിച്ചിട്ടാണല്ലേ ദിവസം കുടിച്ചു വന്നവര് മിക്കവാറും. അത് നിങ്ങളുടെ വരുമാനത്തിന് നല്ലൊരു പങ്ക് അതിനുവേണ്ടി ചെലവാക്കുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? മദ്യപിച്ച് വന്നവരെ ഉപദ്രവിക്കോ, ദേഷ്യപ്പെടുവോ? ആദ്യമൊക്കെ മിണ്ടാതിരിക്കും. അപ്പൊ എന്തെങ്കിലും അതിനൊരു സാഹചര്യം ഉണ്ടാവും സംസാരിക്കാനായിട്ട്. പിന്നെ ചോറ് കൊടുക്കാൻ പറയും. ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് ചോറ് തിന്നോണ്ടിരുന്നിട്ട് ആ ചോറും പാത്രം എടുത്ത് അങ്ങ് എറിയും. മദ്യമാണ് പ്രശ്നം. അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പൊ അവർക്ക് പേടിയാണ്, നിവർത്തിയില്ല. നിങ്ങൾ വരുമ്പോ ഭയപ്പെട്ടവർക്ക് മാറി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ കുട്ടികളെങ്കിലും അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുകയാണെങ്കിൽ നിങ്ങളെ കാത്തു നിൽക്കും, നിങ്ങൾ വരാൻ വേണ്ടി.
അടുത്ത വീട്ടിൽ പോയിരിക്കില്ല. മക്കൾക്ക് പേടിയാണ്. പേടിയാണ്. അതുകൊണ്ടാണ് അവർ അപ്പുറത്ത് പോയിരിക്കും. അല്ലാതെ അച്ഛനെ മക്കള് സ്നേഹിക്കാതിരിക്കുവോ? അവർക്ക് ഭയമല്ലേ. പിന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നില്ല നല്ല മാനസിക നിലയുള്ള ഒരു മനുഷ്യനും ചെയ്യുന്ന കാര്യമില്ല മക്കളെ കേൾക്കാൻ വേണ്ടി വേറെ സ്ത്രീകളെ ഫോണിൽ വിളിച്ചിട്ട് സ്പീക്കർ ഇട്ട് അവരെ കേൾപ്പിക്കുക എന്ന് പറയുന്നത്. ഇത്രയും പ്രായം തികഞ്ഞ 2 പെൺപിള്ളേരെ ഇത് ഏതച്ഛൻ ചെയ്യുവാനില്ലേ? ആലോചിച്ച് നോക്ക്. അവർക്ക് നാളെ ഒരു ജീവിതമുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ അവരുടെയൊക്കെ കുടുംബജീവിതമൊക്കെ വലിയ കുഴപ്പമായിരിക്കും. കാരണം അവരാദ്യമായിട്ട് ജീവിതത്തിൽ കണ്ട ഒരു പുരുഷൻ അച്ഛനാണ്. എല്ലാം കുഴപ്പമായിരിക്കും. ഭർത്താവിനെ കുറിച്ചുള്ള സംശയങ്ങൾ, ഭർത്താവിനെ കുറിച്ചുള്ള ആശങ്ക, ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ആ ഒരു സങ്കല്പം തന്നെ കുഴപ്പമാവും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അനിയത്തിയും ഇവരുടെ അനിയത്തിയും ഭർത്താവും ആ പ്രദേശത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അസുഖം മാറും. മാറിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം അവരെ വസ്തുവല്ലേ. അവര് വസ്തുവിന്റെ കാര്യം നിങ്ങളുടെ ഭാര്യ എങ്ങനെ നിങ്ങളോട് പെരുമാറണം അത് പറയും. അതറിയട്ടെ. ഞാൻ പറഞ്ഞ ഇതുപോലെയുള്ളു. ഞാൻ പണി തീർന്ന് വരുമ്പോ എന്റെ വീട്ടിൽ കാണണം, എന്റെ കാര്യങ്ങൾ നോക്കണം, എന്റെ പിള്ളേരെ കാര്യം നോക്കണം. ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടും സംസാരമില്ല, ഇങ്ങോട്ടും സംസാരമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൃത്യമായിട്ട് അവർക്ക് കൃത്യമായിട്ടും കൊടുക്കും. എന്റെ ജീവിത അവസാനം വരെ ഞാൻ കൊടുക്കും. അവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, അവരെ വിളിക്കും. സാർ, ഇത് ബിന്ദുവിന്റെ അനിയത്തി സിന്ധു, രാധാകൃഷ്ണൻ ഭർത്താവ് അല്ലേ. അനില് പ്രധാനമായിട്ടും പറയുന്നത് അയാൾ വീട്ടിൽ വരുമ്പോൾ ബിന്ദുവും മക്കളും നിങ്ങളുടെ വീട്ടിലാണ് എപ്പോഴും. അയാളുടെ കാര്യം നോക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അയാളിങ്ങനെ വയലൻ്റായിട്ട് പെരുമാറുന്നത്. ഇല്ലെങ്കിൽ വളരെ മര്യാദക്കാരനാണെന്നാണ് പറയുന്നത്. 8-9 മാസമാവും വീട്ടിൽ എവളോ അല്ലെങ്കിൽ 2 കുട്ടികളോ ഉണ്ടെന്നുള്ള ഒരു ചിന്തയിലല്ലായിരുന്നു ഇയാളുടെ പ്രവൃത്തി. ഞാൻ ഈ എവളെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ എൻ്റെ കൊച്ചുങ്ങളെ ആഹാരം കഴിച്ച് അല്ലെങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് ആഹാരം കഴിച്ച് അല്ലെങ്കിൽ കണക്കിന് ഇരിക്കുമ്പോഴത്തേക്ക് ഇവരും ആ 2 കൊച്ചുങ്ങളും എങ്ങനെ കിടക്കുന്നതെന്ന് ഇവൻ ചിന്തിച്ചിട്ടില്ല. ഡെയിലി അവൻ ജോലിക്ക് പോകുന്നു, കയറി വരുന്നു, ഒരു പൊതി, ചിലപ്പോൾ അതിന് കൂടെ കുപ്പിയാണ് ഇതും കൊണ്ടുവന്ന് പെരയ്ക്കകത്ത് കയറിയിരുന്ന് പെരയും പൂട്ടിയിരുന്ന ആഹാരം കഴിപ്പ്. 7-8 മാസം മുമ്പ് എന്റെ കയ്യിൽ പൊതി ഉണ്ടായിരുന്നില്ലായിരുന്നല്ലേ? അതിനുശേഷം ഈ പൊതി ഉണ്ടായത്. അതിനുള്ള സാഹചര്യം അവർ ഉണ്ടാക്കിയിട്ടില്ല. സാഹചര്യം എന്തെന്ന് നീ വെളിപ്പെടുത്തണം. വെളിപ്പെടുത്താൻ എന്റെ മുമ്പിൽ ഇല്ലല്ലോ. എന്ത് അവിടെ നിന്ന് ഇറങ്ങി വന്നാലും അവള് വന്നാൽ അവിടെ പരിക്കകത്ത് കയറി പെരയും പൂട്ടി കിടക്കുകയും ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് ഞാനും ചോദിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു പൊതി കൊണ്ട് ഞാൻ ഡെയിലി വരണമെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നാണ് എനിക്ക് ചോദിക്കേണ്ട കാര്യമുള്ളൂ. അതിന് മുമ്പ് ഞാൻ കയറി വരുമ്പോഴത്തേക്ക് പൊതി കൊണ്ട് വന്നിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ 7-8 മാസം കൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 7-8 മാസം കൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചു? നിനക്ക് എന്തെങ്കിലും അങ്ങനെ നീ ഒരു അല്ലാതെ പുറത്ത് ഒരു സ്ത്രീയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം വരുമ്പോൾ മാത്രമേ നിനക്ക് വീട്ടിൽ കലഹം ഉണ്ടാക്കാൻ നിനക്ക് തോന്നിയിട്ടുള്ളൂ. അതല്ല ഈ 7-8 മാസം കൊണ്ട് ഞാൻ ഏത് വീട്ടിലായിരുന്നു? നിങ്ങൾ ആരെയും ഞാൻ ഏത് വീട്ടിൽ നിങ്ങളെല്ലാം കൂടെ അല്ലേ അങ്ങനെ പറഞ്ഞത്? ഞാൻ വേറെ ഏതാ ഭാര്യ വീട്ടിലാണ്. അത് അങ്ങനെ പറയാൻ ഇട വരുത്തിയിട്ടല്ലേ. പിന്നെ 2 കൊച്ചുങ്ങളെ ഇരുത്തി കൊണ്ട് ഫോൺ എടുത്ത് ഓണാക്കി വെച്ചിട്ട് അഴുക്ക രീതി. ആ കൊച്ചുങ്ങളാണ് വന്ന് മേഡം അമ്മയോടെ പറഞ്ഞത് കരഞ്ഞത്. ഇനി തൊട്ട് നമ്മൾ വീട്ടിൽ വരൂല കുഞ്ഞമ്മ, അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ അച്ഛൻ ഇന്ന കണക്കാണ് കാണിക്കണേന്ന്. എന്നിട്ട് അങ്ങനെ ചോദിച്ചപ്പോ അവള് നിന്ന് കരയുന്നു. അപ്പോഴും അവർക്ക് പറഞ്ഞു ഇനി നമ്മൾ ഈ അച്ഛൻ മക്കളെ കൂടെ ഇരുത്തിക്കൊണ്ട് പറയാൻ വയ്യാത്ത ഭാഷയാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഓടി ഞങ്ങളെ വീട്ടിൽ വന്ന് ഇരിക്കുന്നത്, അല്ലാതെ അല്ല. അത്ര നാൾ ഇയാൾ പറഞ്ഞ നമ്മളിങ്ങനെ അതിലൊക്കെ താഴേമേലാ കിടക്കുന്നത്. താഴേമേലോ തൊട്ട് താഴേമേലോ 2 വീട്ടിൽ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അവര് പട്ടിണി കിടക്കുമ്പോൾ നമുക്ക് കുടിച്ചിറങ്ങും, നമുക്കിറങ്ങൂല. ആ 2 കൊച്ചുങ്ങൾ കിടക്കുകയാണ്. ആ സമയത്തും അവൻ ചിക്കൻ ബിരിയാണി മതും ഇതായിട്ട് മേടിച്ചോണ്ട് വെച്ച് പെരക്കാത്തിരുന്ന് ആഹാരം കൊടുത്തു തുടങ്ങി. അതിന് മുമ്പ് നിങ്ങൾ കൊടുത്തില്ലല്ലോ? കൊടുത്തായിരുന്നു. അല്ല, അത് ഈ 7 മാസമാണ് ഇവർ ആഹാരം കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും അനിലെ അവരെ വിളിച്ച് ഇന്നതാണ് കാര്യം എന്ന് സംസാരിക്കാൻ ഒരിക്കലും അനിലിന് അവസരം കിട്ടിയില്ല. ഇല്ല, കിട്ടുന്നില്ല. രാധാകൃഷ്ണനോട് സംസാരിക്കാൻ നേരിട്ട് എന്താ ഞാൻ വരുമ്പോ എന്താണ് എന്റെ ഭാര്യയും മക്കളും കൂടെ ഇവിടെ ഇരിക്കുന്നതാണ് ശരിയാണ്. രാധാകൃഷ്ണനോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞതാ. ഞാനൊരിക്കൽ പുള്ളിയെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞതാ, ഞാനൊരു തെറ്റ് വഴിക്ക് പോയി കഴിഞ്ഞാൽ നേർവഴിക്ക് തിരുത്തി കൊണ്ടുവരേണ്ട ചുമതല നിനക്കാണ്. അപ്പൊ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് നീ എന്നെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ളത് ആ നില മറന്നിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് ഞാൻ പറഞ്ഞു.
ഒരിക്കൽ ഞാൻ വിളിച്ചിരുത്തി പറഞ്ഞതാ. അവൻ എന്റെ ചേട്ടച്ചാര, എന്റെ മുറ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്റെ ചേട്ടത്തീര ഭർത്താവ്. ഞാൻ ആ സ്ഥാനം ഈ 7 മാസത്തിന് മുമ്പ് വരെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ എൻ്റെ ഒരു ചേട്ടത്തി എന്നുള്ള ആ ഒരു നില വിട്ട് ഞാൻ ഇതുവരെ പെരുമാറിയിട്ടില്ല. പക്ഷെ അവന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങള് കൊച്ചുനാൾ മുതലേ കളിച്ചു വളർന്നവരാ. എൻ്റെ അമ്മാവന്റെ മക്കളാ രണ്ടും, എൻ്റെ അമ്മയുടെ സഹോദരന്റെ മക്കളാ. അപ്പൊ അതിൻ്റെതായ ഒരു സ്നേഹം കൂടുതൽ കാണും. ചിലപ്പോൾ ഞാൻ പുറത്തുനിന്നുള്ള ഒരു വ്യക്തി ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ നോക്കുന്ന കണക്കിന് മറ്റൊരാളാണെന്ന് എനിക്ക് നോക്കൂല. അത് വീട്ടിന്റെ മുറ്റത്ത് വരുമ്പോഴേ ചീത്ത തുടങ്ങും. പിന്നെ എങ്ങനെ കൊച്ചുങ്ങൾ അവിടെ ഇരിക്കും? ആ പഠിക്കുന്ന ഒരു കൊച്ചാണ് മൂത്തത്. നല്ലോണം പഠിക്കുന്ന ഒരു കൊച്ചാണ്. അതിന് പഠിക്കാൻ പരീക്ഷ തൊട്ട് 10ാം ക്ലാസ്സിൽ പരീക്ഷ തൊട്ട് ആ പരീക്ഷ തീരുന്നവരെ സന്ധ്യ നേരത്ത് ഈ ബഹളവും ചീത്ത വിളിയാണ്. അതിന് മാർക്ക് പറഞ്ഞെന്നും പറഞ്ഞു കിടന്ന് കരഞ്ഞ്. അപ്പൊ എന്നിട്ട് 10ൽ ജയിച്ചെന്ന് പറഞ്ഞപ്പോ തന്തേരോട് വിളിച്ച് പറഞ്ഞ് തന്തയ്ക്ക് ഭയങ്കര സന്തോഷം. ജയിക്കുമോ എന്തോന്ന് അവളോട് ചോദിക്കണം, കൊച്ചി ജയിക്കുമോ എന്തോ. പക്ഷെ 10 പരീക്ഷ കഴിയുന്നവരെ ഇയാൾ വീട്ടിൽ ബഹളം വരുന്നു. പിന്നെ എന്തോന്ന് ചെയ്യുന്നത്? അതുകൊണ്ട് കൊച്ചുങ്ങൾ വന്ന് കാണുന്നവരെ വന്നു കഴിഞ്ഞാൽ ഏത് കണക്കിന് വരുന്നത്, എങ്ങനെയാണ് ഏത് രീതിക്കാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അതിനെ അടുത്തിടക്കുന്ന എന്നെ ആശ്രയിക്കുന്നത്. ദൂരെയൊന്നും അല്ല, അടുത്താണ്, അപ്പുറമാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇയാള് ബഹളം വെക്കോ? എന്റെ വീട്ടിൽ വന്ന് വലുതായിട്ട് ബഹളം വെക്കും. അതിന് കുറെ പടക്കം ന്യായമായിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും മാഡം ഞാൻ കൂടെ കാണും. ന്യായക്കേട് വിട്ട് ഞാൻ എന്റെ സ്വന്തം കൂടെ പറഞ്ഞവന്റെ ഒക്കെ അടുത്തും പറയുന്നതാണ്. ഈ 6-7 മാസം മുമ്പ് 6-7 മാസം മുമ്പ് എന്തായിരുന്നു? 6-7 മാസം മുമ്പാണ് ഈ അമ്പലംകുന്ന് ഇപ്പൊ വിളിച്ചോണ്ട് വന്നത്. അത് വർഷം തോന്നെ 2012 അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ആ സ്ത്രീയായിട്ട് അടുപ്പുണ്ടായിരുന്നോ? അതിനുശേഷം ആ കേസ് കൊടുത്തത് പിരിഞ്ഞ ശേഷം പിന്നെ അതിന് ശേഷം ഒരു സംഭവമില്ല. അല്ല, അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ സംശയമുണ്ടായത്. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായി? നിങ്ങളുടെ ഭാര്യയും മക്കളുമായിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ വേറൊരു സ്ത്രീയുമായിട്ട് എന്താ ബന്ധപ്പെടാനൊരു കാരണം? അപ്പൊ തെറ്റാരുടെ ഭാഗത്ത് അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? 6 മാസം നോക്കി 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 എന്ന് പറയുന്ന വിശ്വസ്തയായ ഒരു ഭാര്യയോട് നിങ്ങൾ ചെയ്ത തെറ്റല്ലേ ഇത്? അത് സമ്മതിച്ചതുകൊണ്ടായില്ല. അപ്പൊ ഇതിനൊക്കെ ആരംഭം കുറിക്കുന്നത് അനിൽകുമാർ തന്നെയാണ്. പിന്നെ 7-8 മാസം മുമ്പ് വരെ നോക്കി 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 എന്ന് പറയുന്നതിൽ കഥയില്ലല്ലോ. 7 മാസത്തെ കണക്ക് നിങ്ങൾ പറയുന്നില്ലേ? ഇപ്പൊ 7 മാസം ആയപ്പോഴാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് അനിൽകുമാറിൻ്റെതായ ഒരു റീസൺ, ഒരു കാരണം കാണത്തില്ലേ? ഇന്ന പ്രശ്നം കൊണ്ടാണ് എന്താ പറയാ, അത് ഈ പടക്കമായിട്ട് ബന്ധപ്പെടാതെ എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, ഈ പടക്കം തന്നെയാണ് പ്രശ്നം. ഓക്കെ, ഈ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞപ്പോ കേസ് കൊടുത്തു, പോലീസ് വന്നു. നിങ്ങളെ ഇത്രയും നാളും നിങ്ങൾ ഇവരെ ഭയപ്പെടുത്തി, നിങ്ങളെ ഭയപ്പെടുത്താനായിട്ട് ഒരാൾ വന്നപ്പോ നിങ്ങൾക്ക് ഇവരോട് ദേഷ്യമായി, ആണോ? അതെ. ഇപ്പൊ ആ സ്ത്രീയായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ഏതെങ്കിലും സ്ത്രീകളായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ഉണ്ട്. ഇപ്പോഴായിരിക്കും ഇവിടുന്ന് അതാണ് തെളിയണ്ട. അല്ലെങ്കിൽ പിന്നെ അവർക്ക് മാപ്പ് തരാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ ആലോചിക്കാം. പക്ഷെ ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. ഈ സാറ് നമ്മളെ വീട്ടിൽ ഒരു സാറ് അന്വേഷിക്കാൻ വന്ന ആ സാറ് വന്ന് ഒരു ലെറ്റർ തന്നു. അത് കൊടുത്തതിന് ശേഷം ആ വിളി ഇല്ലായിരുന്നു. അതിന് മുമ്പേ ഒക്കെ വിളിയായിരുന്നു. മേഡം ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഈ രണ്ട് പെങ്കൊച്ചുങ്ങൾ ഇരിക്കവേ ഇവിടെ മുമ്പേ കൊണ്ടുവന്ന് വച്ചിട്ടാണ് പറയാൻ വയ്യാത്ത ആശയങ്ങൾ പറയുന്നത്. ശരിയാണോ അനിൽകുമാർ? ചെരുപ്പ് എടുത്തോണ്ട് വന്ന് പെണ്ണുങ്ങളെ ചെരുപ്പ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ച്